നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം MK ദിലീപ്. പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർമൊഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സൂര്യ കൃഷ്ണമൂർത്തി. സർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്കളുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായൊരു ബാക്ക്ഗ്രൗണ്ട്, താങ്കളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കലാണ്, വർക്ക് ചെയ്തിരുന്ന മേഖല. വളരെ വർഷങ്ങളോളം VSSCയിൽ താങ്കൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ കല എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പലപ്പോഴും കലയുടെയൊക്കെ ഒരു വിത്ത് പാകപ്പെടുന്നത് ഒരു കുട്ടിക്കാലത്താണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ, സ്റ്റേജ്, ഈ തട്ട് എന്ന് നമ്മൾ പറയുന്നത്, അതിനോടുള്ളൊരു ഫാസിനേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കലയുമായിട്ടുള്ള ബന്ധം വളരെ കുഞ്ഞുനാൾ മുതൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതെന്നുള്ളതാണ്. എന്നെ വളർത്തിയത് സുഗതകുമാരിയാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നതും. എൻ്റെ വീട് തൊട്ടടുത്ത വീടാണ്. എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ലായിരുന്നു ഞാൻ അവിടെ വളരുന്നതിൽ. അങ്ങനെയാണ് ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച ഞാൻ മലയാളിയായി വളർന്നതും. ഈ കവിതയിലും കഥയിലും ഒക്കെ കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയത് അവിടെയാണ്. ആനന്ദക്കുട്ട സാർ അവിടെയാണ്, സുരേന്ദ്രൻ സാർ അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ അവിടെ G. വിവേകാനന്ദൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വരുമായിരുന്നു, കള്ളിച്ചെല്ലം എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. ശരിയായ സ്ഥലത്ത് വീണൊരു വിത്താണ്. അതാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കലാകാരനായി എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവെന്ന് പറയുന്നത്, ഞാൻ കരുതുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേര് നടന്നു പോകുമ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്താൽ അവർ തമ്മിൽ സ്നേഹമുണ്ടോ ഇല്ലയോ, എന്താണ് അവരുടെ പരസ്പരം ആയിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് തികഞ്ഞെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചിരിച്ച് നിൽക്കും, പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സ്ഫോടനം നടക്കുന്ന അവസ്ഥയിലുള്ള മനസ്സായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയ ഒരുപാട് പേര്, കൂടുതലും സ്ത്രീകളാണ്. പെട്ടെന്ന് ഈ പറഞ്ഞതിൽ താങ്കളുടെ ഒരു പുസ്തകമാണ് മുറിവുകൾ. അതിലേക്ക് വന്നാൽ ഈ പറഞ്ഞ മനുഷ്യരുടെ മുറിവുകളുണ്ട്. നമ്മളെല്ലാവരും, ഒരുപക്ഷെ താങ്കൾ ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന മനുഷ്യർ പലർക്കും സുപരിചിതരായിരിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിൽ താങ്കളുടെ ഈ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സോണിൽ നിന്ന് താങ്കൾ അവരുടെ അനുഭവങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തിൻ്റെ എന്തെങ്കിലും വിത്തുകൾ ചെറുപ്പകാലത്ത്? എഴുത്തിൻ്റെ എൻ്റെ സൂതകുമാരി എന്ന് പറയുന്ന എൻ്റെ ചേച്ചി, സൂതകുമാരിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു കവിയാകണം എന്നുള്ളതാണ്. അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടത് എൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കണം. ഞാൻ ഒരിക്കലും കവിതയെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ കഥയാണ്. എനിക്ക് MTയും ബഷീറും മറ്റുള്ളവരും ഒക്കെ ആയിരുന്നു എന്നെ നയിച്ചിരുന്നത്. ആ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ കവിത എന്ന ആ ഫീൽഡിലോട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ കവിതയുടെ ഗുണവും അർത്ഥവും അർത്ഥതലങ്ങളും അന്തരാർത്ഥങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിൽ പലതും കഥകളിലും താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഭാഷ കുറേ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു താളാത്മകതയുണ്ട്. സംസാരം എന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങൾ പോകൂ എന്ന് പറയും. പക്ഷെ സുധി പറയുന്ന പോകുക എന്ന് പറയും. ഞാനും അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് MT വാസുദേവൻ നായർ എന്ന കഥാകാരൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ. ഈ കഥാകാരനും ഈ മനുഷ്യനും, ഒരു കഥാകാരനും ഒരു മനുഷ്യനും. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ എപ്പോഴും ഒരു സ്വപ്നമാണ്. എപ്പോഴും ആ രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. സുഗതകുമാരിയുണ്ട്, ഇവരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും പോകുമായിരുന്നു. ഐ വാസ് വെരി ഡിയർ ടു ദം. അപ്പോൾ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യം പറഞ്ഞാൽ, അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ഓക്സിജൻ വേണ്ടി വന്നു ശ്വസിക്കാനായിട്ട്, അല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് വേറെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് കത്തെഴുതുമായിരുന്നു. ആ കത്തെഴുതിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്സിജൻ എന്നാൽ പ്രാണവായു എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. എഴുതിയ വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. സിലിണ്ടറിൽ അടച്ച പ്രാണവായു എല്ലാ ആഴ്ചയിലും എത്തിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് അവിടെ ആരാധകർ നിരവധിയുണ്ട്, എഴുത്തുകാരാണെങ്കിൽ നിരവധിയുണ്ട്, ബേപ്പൂരും കോഴിക്കോടുമായിട്ട്. പക്ഷേ എൻ്റെ അടുത്താണ് ആവശ്യപ്പെട്ടത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം എനിക്കൊരു വരം തന്നത്, ഒരു കഥാകാരനും
മറ്റൊരാളോട് പറയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്, നീല വെളിച്ചം. ഭാർഗവി നിലയം. ഞാനത് ലൈറ്റ് ആൻഡ് സൗണ്ടായിട്ട് അവതരിപ്പിച്ചു. അത് പല പണമെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബഷീർ സാറ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അത് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ നീല വെളിച്ചത്തിന് ഒരു 2ാം ഭാഗം എഴുതാൻ പറഞ്ഞു. മറ്റൊരാൾ എഴുതിയ കഥയുടെ 2ാം ഭാഗം ഞാൻ എഴുതണം. അതും മറ്റൊരു അനുഗ്രഹമായിട്ട്. അതാണ് ആ സ്നേഹബന്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ വളർത്തമ്മയായിട്ടുള്ള സുഗതകുമാരിയുടെ ചിന്തകൾ ഒരുപോലെ ആയിരിക്കും, സംശയമില്ല. ഇപ്പം ഐ ആം വെരി കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. അതെന്തുകൊണ്ടാണ്? ഇയാൾ വളർത്തിയതും അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ പാകിയതും കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുന്നു. നമ്മളിവിടെ എം ഡിയിലേക്ക് വരികയാണെങ്കിൽ, എം ഡി എന്ന കഥാകാരൻ താങ്കളെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. എം ഡിയുടെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി താങ്കൾ ചിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ താങ്കളുടെ തുടർച്ച എന്നൊരു സ്റ്റേജ്, അതിനെക്കുറിച്ച്. തുടക്കം എന്നാണ് ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതിൻ്റെ തുടർച്ചയാണ് തുടർച്ച. അപ്പോൾ അതിൽ എൻ്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ് എനിക്കുള്ളത്. വെളിച്ചപ്പാടും, അമ്മുവും, പിന്നീട് പോസ്റ്റ്മാൻ, ഉപദേശി, ചായക്കടക്കാരൻ നാണു നായർ, സഹായി രാവുണ്ണി നായർ, ഇതൊക്കെ എൻ്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ്. അപ്പോൾ എൻ്റെ കഥകൾ എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ഉണ്ട്. അതിലെല്ലാം ഇവർ തന്നെയാണ് കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ എം ടി ഇതെല്ലാം രചിച്ചിട്ട് ഏകദേശം 50-60 വർഷം കഴിഞ്ഞു. അപ്പോൾ എം ടിക്ക് തന്നെ അറിയില്ല ഇവർ എന്ത് ചെയ്യാണ് ഇപ്പോഴെന്ന്. അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്തു, കൂന്തുണ്ണി മകൻ അപ്പുണ്ണി ഇപ്പം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥയിലെ വെളിച്ചപ്പാട് ഇപ്പോൾ വയസ്സായി മകനായിരിക്കും ഇപ്പോൾ വെളിച്ചപ്പാട് അമ്പലത്തിലെ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ 60 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള ഒരവസ്ഥയാണ് ഞാൻ എടുത്തത്. ഒരു സീക്വൽ എന്നൊക്കെ പറയാം. സീക്വൽ. അത് എൻ്റെ കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ കാണുകയും സമാനമായ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്യും. അതാണ് ഈ തുടർച്ച എന്നുള്ള ഓപ്പൺ എയർ ഒരു വലിയ ഒരു സ്റ്റേഡിയത്തിൻ്റെ അത്രയുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ചെയ്തത്. ദാറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ്. എൻ്റെ അടുത്ത് അന്നൊരു റിവ്യൂവിൽ എഴുതിയിരുന്നത്, ഒരു നാടകം കാണാനായിട്ട് ഇത്രയും ക്യൂ കാണുന്നത് ആദ്യമായിട്ടാണ്, ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ. ടാഗോർ തിയേറ്ററിനകത്താണ് ചെയ്തത്. അങ്ങനെ ഒരെണ്ണം അത് സിനിമയ്ക്കുണ്ടാവും. അമിതാഭ് ബച്ചൻ്റെയോ മോഹൻലാലിൻ്റെയൊക്കെ സിനിമ വന്നാൽ, മമ്മൂട്ടിയുടെയൊക്കെ സിനിമ വന്നാൽ അതുണ്ടാവും. പക്ഷെ ഒരു നാടകം കാണാൻ അതുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം പരിചിതമാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ സാധാരണ ആൾക്കാരിൽ നിന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദുഃഖത്തിൽ നിന്ന് മാത്രമേ ഒരു കവിത പിറക്കുകയുള്ളൂ, സന്തോഷത്തിൽ നിന്ന് ഒരു കവിതയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ദുഃഖം വരുമ്പോഴേ അത് നമ്മൾ കണ്ണീരാക്കി മാറ്റിക്കളയാതെ വാക്കുകളാക്കണം. ഇപ്പോൾ എനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ ഞാൻ കരയും. അപ്പോൾ എൻ്റെ ഈ വികാരം പകുതി കണ്ണീരിലൂടെ ചോർന്ന് പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കരയാതെ ആ വികാരത്തെ വാക്കുകളാക്കിയാൽ അതിൻ്റെ മുഴുവൻ പൂർണ്ണത ആ വാക്കുകളിലുണ്ടാകും. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവം എന്തെങ്കിലും ദുഃഖം തന്നു കഴിഞ്ഞാൽ അത് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടുമാകാം. കാരണം ഹീ ഈസ് കണ്ടീഷനിങ് യു, പരുവപ്പെടുത്തുകയാണ് വലിയൊരു കാര്യം ഏൽപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ എം ടിയുടെ കാര്യം നോക്കിയുള്ളൂ. അദ്ദേഹത്തിന് ദുഃഖത്തിൽ കൂടി മാത്രമല്ലേ കഥകൾ രചിച്ചിട്ടുള്ളൂ. അതാണ് അദ്ദേഹം അത്ര വേദന അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞു കാലത്ത്. അത് അദ്ദേഹം വാക്കുകളാക്കി, ഒട്ടും ചോർന്നു പോകാതെ. ഇപ്പോൾ പലരും ചോദിക്കില്ല എം ടി എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന്. അദ്ദേഹത്തിന് ചിരിക്കാനായിട്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടാവണം. ഞാനും എം ടിയും കൂടെ ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ പെട്ടിയും പിടിച്ച് നടക്കും. അപ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പ്രത്യേക അറേഞ്ച്മെൻറ്റ് ഊണിനുണ്ടായിരുന്നു, നേരത്തെ റിസർവ് ചെയ്തിട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കില്ല. അദ്ദേഹം അവിടെ ഇരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ പെട്ടിയും പിടിച്ച് മാറി നിന്നു ഊണ് കഴിക്കുന്ന തീരാനായി. എന്നിട്ട് ഊണ് കഴിച്ചിട്ട് അദ്ദേഹം കൈ കഴുകുന്ന ഒരു ലൈൻ പൈപ്പുണ്ട്, ആ ലൈൻ പൈപ്പിൻ്റെ അവിടെ പോയി. എന്നിട്ട് കൈ കഴുകിയപ്പോൾ ഞാൻ തോർത്ത് അവിടെ ഉണ്ടായിരുന്നു, അതിനകത്ത് കൈ കൊടുത്ത് കതിച്ചു തിരികെ എൻ്റെ തന്നെ തന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ കൈ കഴുകാൻ വന്ന ഒരാൾ എം ടിയോട് ചോദിച്ചു, ഈ കല്യാണ വീട്ടിൽ വന്നാലെങ്കിലും എം ടി ഒന്ന് ചിരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. അദ്ദേഹം ആ ചോദിച്ച ആളുടെ മുഖത്തല്ല നോക്കിയത്, എൻ്റെ മുഖത്താണ് നോക്കിയത്, ദേഷ്യത്തോടെ. ഒന്നും പറയാതെ അദ്ദേഹം നടന്നു. കുറേ ദൂരം പോയപ്പം എൻ്റെ അടുത്ത് തിരിഞ്ഞ് ചോദിച്ചു, അതെ ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ, ഈ വെറുതെ ഒരു കാരണമില്ലാതെ ചിരിക്കുന്ന ഒരു ഭ്രാന്തന്മാരല്ലേ, ചിരി വരേണ്ടത് ഉള്ളിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു. ഇത് നമ്മൾ വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാൻ പറ്റും.
ഇത്തരത്തിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയമാണ് ഇൻ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന് മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. താങ്കൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സാംസ്കാരിക നയരൂപീകരണത്തിലൊക്കെ പങ്കാളിയായിരുന്നു. ഇപ്പം നമുക്ക് സോഫ്റ്റ് പവർ എന്ന് നമ്മൾ ഗ്ലോബലി അംഗീകരിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ കലാരൂപങ്ങളിലൂടെ, നമ്മുടെ ആർട്ട് ഫോംസിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇൻറ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി എന്നിവരുടെയൊക്കെ മഹാസ്വപ്നമാണ്. ഇൻറ്റഗ്രേഷൻ ത്രൂ കൾച്ചർ. ഐ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. ഒരു ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് കലയിൽ കൂടി മാത്രമേ നേടാൻ പറ്റൂ എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു മുതലാളി വർഗത്തിനോ തൊഴിലാളി വർഗത്തിനോ ഒരു ഭരണ സംവിധാനത്തിനോ ബ്യൂറോക്രാസി എന്നൊക്കെ പറയുന്ന അതിനോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു ഇൻറ്റഗ്രേഷൻ വരുത്താൻ പറ്റില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് അത് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാടകങ്ങളെല്ലാം സ്റ്റേജ് ഷോസ് നോക്കിയാൽ ഈ ഒരു ഇൻറ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രണാമം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. ഈ പ്രണാമം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു പാട്ട്, മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടിനെ 2 മണിക്കൂർ വലിച്ചു നീട്ടി അതിൽ വിഷ്വൽസ് കൊടുത്ത് അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു നോ കമൻട്രി, നോ കോമ്പിയർ, നത്തിങ്, ഇതിലിങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രാമാണ് പ്രണാമം. ഇപ്പോൾ തെയ്യം കലാകാരൻ ഈ തീയുടെ മുകളിൽ കൂടി നടന്നും തുള്ളിയും എല്ലാം പോകുന്നു. വെളിച്ചപ്പാടാണെങ്കിൽ ഇതേ തീക്കനലിൽ കൂടി നടന്നുകൊണ്ട് പള്ളിവാള് കൊണ്ട് വെട്ടി ഭൂമിയിൽ ചോര സമർപ്പിക്കുന്നു. അപ്പോൾ ഇത് കുറേ മുമ്പേ ഇരിക്കുന്ന കുറേ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതാ ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ്. ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ല, ഈ നാടിൽ വസൂരി ഉണ്ടാകരുത്, രോഗമുണ്ടാകരുത്, ഈ നാട്ടിൽ ഐശ്വര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കല അഭ്യസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കലാകാരൻ. ഒരു സമർപ്പണം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. നമുക്ക് താങ്കളുടെ നാടകങ്ങളിലേക്ക് തിരികെ വന്നാൽ അതിൻ്റെ ഒരു സ്റ്റേജ് ക്രാഫ്റ്റ്, നമ്മൾ പൊതുവേ നാടകങ്ങളൊരു വലിയ വെളിച്ചവും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മിനിമലിസം എന്നൊക്കെ പറയാവുന്ന കോൺസെപ്റ്റുകളാണ് താങ്കളുടെ നാടകത്തിൻ്റെയൊക്കെ സ്റ്റേജ് ക്രാഫ്റ്റുകളിലുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ലോക നാടകവേദികളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ലോക നാടകവേദി താങ്കളുടെ ഈ ഒരു ക്രാഫ്റ്റിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എന്നെ ഒരു ലോക നാടകവും സ്വാധീനിച്ചിട്ടില്ല. എന്നെ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ചുറ്റും നടക്കുന്ന ചില ക്യാരക്ടേഴ്സാണ്, കുറേ ആൾക്കാരാണ്, എന്നെ മനസ്സിൽ വേദനിപ്പിച്ച കുറേ സംഭവങ്ങളാണ്. ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പോൾ എല്ലാ നാടകങ്ങളും നോക്കിയാൽ അറിയാം, എല്ലാ നാടകങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും. എൻ്റെ നാടകങ്ങൾ ഇതുവരെ ഒരു നാടകത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാച്ചുറൽ സൗണ്ട് ആയിരിക്കും. ദൂരെ പശുവിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നതോ അങ്ങനെയുള്ളതല്ലാതെ എൻ്റെ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ഒരു നാടകത്തിലും. കാരണം അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി വന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ മ്യൂസിക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫീൽ എന്നുള്ളത് ഓഡിയൻസിലോട്ട് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്, അതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കും. ഞാൻ ഒരു അരങ്ങേറ്റം, ഒരു വളരെ പണക്കാരൻ്റെ മകളായ ഒരു പെൺകുട്ടിയുടെ അരങ്ങേറ്റം, ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഞാൻ പോയി അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. ഈ കുട്ടിയെ തരക്കേടില്ലാത്ത വിധം അവതരിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. എന്നിട്ട് ഇവർ ഈ കല്യാണം പോലെ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ഓഫ് സ്വീറ്റ്സ്, മുണ്ട് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക്, സ്നാക്ക് എല്ലാം കൊടുത്തിട്ട് അവരെ അകത്ത് കയറ്റിയിരുത്തും. ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് സമച്വസ് ഡിന്നർ. വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ ഉണ്ടാവും. അങ്ങനെ ഒരു പാർട്ടിയിൽ ചെന്ന്, അപ്പോൾ ഞാൻ വെളിയിലോട്ട് പോകാൻ നേരത്ത് ഈ കുട്ടിയോടൊപ്പം പഠിക്കുന്ന 4-5 കുട്ടികൾ, അവരെ കണ്ടറിയാം അവർ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണെന്ന്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. ഇപ്പോൾ ഈ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടിയേക്കാൾ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിൻ്റെ അരങ്ങേറ്റത്തിന് എന്നെ വിളിക്കുമോ? ഞാൻ വരും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. ഇത് നെഞ്ചിൽ കൊണ്ട് കയറുന്ന അമ്പുകളാണ് അവളുടെ ആ വാക്കുകൾ. അവൾ ഇന്നസെൻ്റായിട്ടായിരിക്കും പറഞ്ഞത്. അവളുടെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകൾക്ക് ഇതുപോലുള്ളൊരു അരങ്ങേറ്റം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. ആ വിഷമത്തിൽ നിന്നാണ് ഈ ഗണേശം എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായത്. എനിക്കൊരു ആഗ്രഹം തോന്നി. വീട്ടിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്. ഗണേശം എന്ന തിയേറ്റർ
ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇതിന് പറ്റിയ ഒരു തിയേറ്റർ കെട്ടുക, എന്നിട്ട് കലാകാരന്മാർക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാം. വിതൗട്ട് ഗിവിങ് എനി മണി ദേ ക്യാൻ ഗോ ബാക്ക്. അപ്പോൾ ഈ നമ്മൾ വീണ്ടും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന് ഇത് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ താങ്കളുടെ അനുഭവ കുറിപ്പുകളിൽ ഒപ്പം നാടകങ്ങളിൽ ഒക്കെ തന്നെ സ്ത്രീകളുടേതായ ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ, പലയിടങ്ങളിലും അവർ നേരിടേണ്ടി വരുന്ന നിസ്സഹായത, ഇതിലൊക്കെ തന്നെ താങ്കൾ ദൃക്സാക്ഷിയായിട്ടുള്ള അനുഭവങ്ങൾ, ആ ഒരു മേഖല താങ്കൾ മുൻപ് പറഞ്ഞതുപോലെ ആ കണ്ണീര് മുഴുവനായി അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം താങ്കളുടെ എഴുത്തിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരീക്ഷണത്തെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോൻ്റെ പേരാണ് സ്ത്രീ പർവം. ഞാൻ ഈ ചെയ്തിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ഏടുകൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത്, എൻ്റെ അച്ഛൻ 1989 36 വർഷം മുമ്പാണ് മരിച്ചത്. അന്ന് ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റൽ റൂമാണ്. അച്ഛന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം ഉണ്ടായി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പകുതി വോളിൻ്റെ മുകളിൽ വെള്ള, താഴെ പച്ച പെയിൻ്റാണ്. അച്ഛൻ അവിടെ കിടക്കുന്നു, ഞാൻ തൊട്ടടുത്തിരിക്കുന്നു. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിൽ ചാരി അമ്മ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി അധിക നേരം ഉണ്ടാവില്ല എന്ന്. ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരെ, ബന്ധുക്കളെന്ന് പറയുന്ന കുറേ പേരെ വരാൻ പറഞ്ഞു. അമ്മയ്ക്കൊരു ആശ്വാസത്തിന്. അമ്മ കരയുന്നില്ല. സ്ത്രീകൾ വരുമ്പോൾ പിന്നെ കരയുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബന്ധുക്കളെ വിളിച്ചു. ആ സ്ത്രീകളെ വിളിച്ച്, അതിലൊരു സ്ത്രീയാണ് ആദ്യം വന്ന സ്ത്രീ, ഒരു 50-60 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ. ആദ്യം ആ സ്ത്രീ ചെയ്തത് എൻ്റെ അമ്മയുടെ നെറ്റിയിലെ പൊട്ട് മാച്ച് കളഞ്ഞു. അമ്മയ്ക്ക് കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷേ എനിക്ക് വലിയ ദേഷ്യം തോന്നി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അമ്മ പിന്നെ വിധവയാണ്. നമുക്ക് വെള്ളയും കൊടുക്കണം എന്നൊക്കെ നിയമം. അപ്പം ഞാൻ പറഞ്ഞ അതൊന്നും നിവൃത്തിയില്ല. അപ്പോൾ ഓരോ സ്ത്രീകൾ വന്ന് നിർബന്ധിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എങ്ങനെ അമ്മയെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പൊട്ട് തൊട്ട് കളർ സാരി കൊടുത്താണ് അവസാനം വരെ ജീവിച്ചത്. പക്ഷേ അമ്മ വിധവയാണ് എന്നുള്ളൊരു ബോധ്യം ഇവരുണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു കല്യാണം വിളിക്കാൻ വന്നാൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ കല്യാണം അറിയിക്കാൻ വരുന്നവരാണ്, ക്ഷണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു അനുഭവം കൂടെ ഉണ്ടായി. ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു കല്യാണത്തിന് പോയി. നല്ലൊരു കുട്ടി, അവളുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. വളരെ യങ്ങാണ്. ബട്ട് ഷീ ഈസ് വെരി വൈബ്രൻറ്റ്. തുള്ളിച്ചാടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു. ഞാനും വിചാരിച്ചു എന്തായാലും ദൈവം അവളുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറ്റിക്കൊടുത്തല്ലോ. അവസാനം കല്യാണത്തിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ ഇവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പം അവരിൽ താലി കെട്ടി ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടുന്നത്, അവിടെ ചെന്ന് നിന്നു. അപ്പം മറ്റേ ആൾക്കാരുടെ ഭാര്യ പറഞ്ഞ് പോകാൻ പറഞ്ഞു, അവിടെ നിന്ന് നിങ്ങൾ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നേരം അവരെത്രത്തോളം സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നു, അതുപോലെ മുഖം താഴ്ത്തി അവൾ ഈ ക്രൗഡിനിടയിൽ കൂടെ എവിടെയോ പോയി. അപ്പോൾ എൻ്റെ ഈ സ്ത്രീപർവം എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കഥയും അങ്ങനെയുള്ള വിധവകളെക്കുറിച്ചാണ്. അതുപോലെ ഈ നാടകം, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദുർഗ ഹൈസ്കൂളിലാണ് നമ്മൾ നടത്തിയത്. ദുർഗ ഹൈസ്കൂളിൽ ഞങ്ങൾ പോകുന്നത് വെള്ളി, ശനി, ഞായർ 3 ദിവസമാണ് അവതരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച 2 ഷോ, ശനിയാഴ്ച 2 ഷോ, ഞായറാഴ്ച 2 ഷോ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി വരും, ഓഫീസിൽ പോകണം അടുത്ത ദിവസം, ASRI പോകേണ്ടതാണ്. അപ്പോൾ ഈ അവതരിപ്പിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തു, ഒരു പെൺകുട്ടി 21-22 വയസ്സ് കാണും. ആ പെൺകുട്ടി വെള്ളയുമായിട്ടിരിക്കുന്നത്. അവൾ ക്യൂവിലുണ്ട്. ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ അവൾക്ക് മുഖത്ത് സന്തോഷമില്ല, സങ്കടമില്ല, ഒരു നിർവികാരതയാണ്. അവൾ വന്ന് ക്യൂവിൽ നിന്ന് ഇങ്ങനെ വന്ന് ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി കണ്ടു. ഞങ്ങൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പുണ്ട് അടുത്ത ഷോയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവിടെ നേരെ ക്യൂവിൻ്റെ പുറകെ പോയി നിന്നു അടുത്ത ഷോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. അതിൻ്റെ അടുത്ത ദിവസം വന്ന് സെക്കൻഡ് ഡേ സാറ്റർഡേ അവളിത് കണ്ടു. 3 തവണ കണ്ടു കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ അവൾ എൻ്റെ ക്യാബിനിലോട്ട്, ഞാനാണ് കൈ കൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ക്യാബിനിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഈ വിധവകളെ കുറിച്ച് പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി, ഇത്രയൊന്നും അല്ല ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾ തന്നെ പറഞ്ഞു, അവൾ കുറേ നാളായിട്ടൊരു പുരുഷനെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ഉള്ള പ്രണയമായതുകൊണ്ട് 18 വയസ്സ് കഴിയണം കല്യാണം കഴിക്കണേ. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ എതിർപ്പോടുകൂടി, 2 മതത്തിൽ പെട്ട ആൾക്കാരാണ്. ആൻഡ് ഷീ ഗോട്ട് കൺസീവ്ഡ്. ഗർഭിണിയായിരിക്കുമ്പം ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നു. 2 വീട്ടുകാരുമില്ല, ആരുമില്ല, ഈ കുഞ്ഞ് മാത്രം.
അപ്പം ഞാൻ ആ കുട്ടിയെടുത്ത് എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു ക്രൂരമായ ചോദ്യമാണ്. അവളുടെ അടുത്ത് ചോദിച്ചു, യു ആർ യങ്, യു ആർ ബ്യൂട്ടിഫുൾ, വൈ ഡോണ്ട് യു ട്രൈ ടു ഹാവ് അനദർ ലൈഫ്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചൂടെ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലമായി, ആ മനുഷ്യൻ മരിച്ചു എന്നത് എല്ലാവരും പറയുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അയാൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഭർത്താവ് കൂടെയുള്ള ഒരാൾ എങ്ങനെ വിധവയാകും? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭർത്താവ് കൂടെയുള്ള പലരും വിധവകളാണ്, അവരുടെ മനസ്സിൽ ഭർത്താവില്ല, നിങ്ങളാണ് യഥാർത്ഥ സുമംഗലി എന്ന് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഷോയ്ക്കും വന്നു. അന്ന് വന്നത് കളർ സാരി കൊടുത്ത് പൂവ് വച്ച് വളയിട്ട് മാലയിട്ട് ആണ് വന്നത്. അപ്പോൾ ഒരു നാടകത്തിന് എന്ത് മാറ്റം, അല്ലെങ്കിൽ ഒരു വരിക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നാൽ താങ്കളുടെ ഒരു നാടകം മേൽവിലാസമാണ് എന്നെ സിനിമയായിട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റും തിരക്കഥയും താങ്കളുടേതായിരുന്നു. അത് കൈകാര്യം ചെയ്ത വിഷയം ഒരു പ്രത്യേക വിഷയമാണ്, നമ്മൾ സിനിമകളിൽ അധികം കാണാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ജോണറിലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം, ഒരു പ്രത്യേക പരിസ്ഥിതി നടക്കുന്ന. അപ്പോൾ സിനിമ എന്ന ഇതിലേക്ക് മേൽവിലാസം എന്ന നാടകം പരച്ച് നടപ്പെടുമ്പോൾ ആ ഒരു മീഡിയത്തിലുണ്ടായ മാറ്റം, അത് താങ്കൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്? ഈ രാംദാസ് എന്ന് പറഞ്ഞൊരു നല്ല ഡയറക്ടറാണ്, മാധവ് രാംദാസ്. അദ്ദേഹമാണ് ഈ സിനിമ വേണം, സിനിമ ആക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ആകെ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വ്യത്യാസം വരുത്തരുത് എന്നുള്ളതാണ്. കാരണം എനിക്കൊരു ഈ പറഞ്ഞ വിരഹം എന്ന് പറഞ്ഞത് ഈ പ്രണയിതാക്കൾക്ക് മാത്രമല്ലല്ലോ, അല്ലാതെയും വിരഹം ഉണ്ടാവില്ല, അച്ഛനും മകൾക്കും ഇതുണ്ടാകാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിരഹം പോലെ ഒരു അവസ്ഥ ഞാനും എൻ്റെ മകളുമായിട്ടുണ്ടായിട്ടുണ്ട്. അവൾക്ക് എന്നെ കാണാനും എനിക്ക് അവളെ കാണാനും വയ്യാത്ത അവസ്ഥ, ഞങ്ങൾ രണ്ടുപേരും വെരി വെരി ക്ലോസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എഴുതിയതാണ് മേൽവിലാസം. മേൽവിലാസം ഒരു അച്ഛൻ്റെയും കാണാൻ പറ്റാതിരിക്കുന്ന ഒരു മകളെയും കുറിച്ചുള്ളതാണ്. അവസാനം കാണുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. നാടകം തന്നെ ആയിരിക്കണം, അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല. ക്യാമറ ഈ ഒരു മുറിക്ക് പുറത്ത് പോകരുത് എന്നുള്ള ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു. അതനുസരിച്ച് ചെയ്തു. അത് ഇന്ത്യൻ പനോരമയിലുമൊക്കെ എടുത്ത് നാഷണൽ അവാർഡിനൊക്കെ അങ്ങനെയുള്ളൊരു ശ്രദ്ധ നേടിയ ഒരിതായി. 2 കൂടെ സിനിമയാകുന്നുണ്ട്. ഒന്ന് ദീർഘചതുരം, പിന്നെ ഒന്ന് ഈ തുടർച്ച തന്നെ. തുടർച്ച കുറച്ച് വലിയ ക്യാൻവാസ് ചെയ്യണം, അത് രാംദാസ് തന്നെ ചെയ്യാനാണ്. മറ്റേ VK പ്രകാശാണ്. ഈ 2 വർക്ക് നടക്കുന്നു. അതുപോലെ ഉസ്താദ് സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച്? അതെ, ഞാൻ ഒരു പ്രോഗ്രാമിൽ താളം മാത്രം, അതായത് സക്കീർ ഹുസൈൻ്റെ താളവും ശോഭനയുടെ നൃത്തവും, വേറെ ആരുമില്ല, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തു. എന്നിട്ട് കുറേയൊക്കെ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് അംജദ് അലി ഖാൻ്റെ അടുത്താണ് കൂടുതൽ അടുപ്പം. ശോഭന ഡാൻസ് ചെയ്യും എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അത് എഗ്രി ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പേരും നമ്മൾ ഫോണിൽ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തു, ഇത് നമുക്ക് സൂര്യയിൽ അവതരിപ്പിക്കാം. സക്കീർ ഹുസൈൻ പ്ലേയിങ് തബല, ശോഭന പെർഫോമിങ് ഓൺ സ്റ്റേജ് ഭരതനാട്യം, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യാൻ 2 പേർ മാത്രം, ജുഗൽബന്ദി പോലെ. അപ്പോഴാണ് മരിച്ചത്. അതാണ്, ദാറ്റ് ഈസ് അന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയത്, ആൻ അൺഫുൾഫിൽഡ് ഡ്രീം ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. താങ്കളുടെ മക്കളുടെ പേര് സീത എന്നും ലക്ഷ്മൺ എന്നുമാണ്. ഈ ഒരു പേരുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സീത ഒരിക്കലും ലക്ഷ്മണനെ ലക്ഷ്മണ എന്ന് വിളിച്ചിട്ടില്ല, അനുജ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ രാമായണത്തിൽ അറിയാം, പേര് വിളിച്ചിട്ടില്ല. പിന്നെ ലക്ഷ്മണനാണെങ്കിൽ ഒരിക്കൽ പോലും സീതയുടെ മുഖം കണ്ടിട്ടില്ല, കാൽപാദങ്ങളിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം അനിയനും ചേച്ചിയും ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ രീതിയിലാണ് സീതയും ലക്ഷ്മണനും എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം. നമ്മൾ വീണ്ടും സൂര്യയിലേക്ക് വന്നാൽ 1977 സൂര്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പുറത്തു പോകുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ഈ വോളണ്ടിയറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുകയൊക്കെ ഇപ്പോൾ വിദേശ പഠനത്തിന് പോകുന്നവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ വോളണ്ടിയറിങ് എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് സൂര്യ കൂടുതലായി 20-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ആശയം തുടക്കം മുതലേ അത് വന്നതിനെക്കുറിച്ച്, ആ ഒരു ആശയത്തിൽ ഊന്നി ഇപ്പോഴും തുടർന്ന് പോകുന്നതിനെക്കുറിച്ച് കൂടി. സൂര്യ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. ഒന്ന്, ഈ ടിക്കറ്റഡ് ഷോസ്, കമേഴ്സ്യൽ ആക്ടിവിറ്റീസ്
അങ്ങനെയുള്ളത് ഇല്ല എന്നുള്ളത്. ആരിതിനകത്ത് വർക്ക് ചെയ്താലും ഇറ്റ് ഷുഡ് ബി എ വോളണ്ടറി സർവീസ്. നമ്മളിപ്പം ഭരതനാട്യത്തിന് വേണ്ടിയിട്ടോ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടോ പൂരക്കളിക്കോ തെയ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മാത്രം കരുതുന്നവർ വന്നാൽ മതി. ഇത് പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുന്നവരെ നമ്മൾ എടുക്കില്ല. അടുത്ത കൊല്ലം 50ാമത്തെ വർഷമാണ് സൂര്യയുടെ. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും. അവർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ എനിക്ക് ഹോളിഡേ ആണ്, ഞാൻ എൻ്റെ കാറും ഡ്രൈവറെയും വിട്ടുതരാം, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കണ്ട, എൻ്റെ കാർ ഉപയോഗിച്ചുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഞാൻ ISROയിൽ ജോലി ചെയ്യുമ്പം നമ്മുടെ സൂര്യയുടെ ടൈം 6:45 ആണ്. കാരണം 5:30 അവിടെ നിന്ന് വരാൻ പറ്റും ബസ്സിൽ. ഇവിടെ വരുമ്പോൾ ഒരു 6:15, 6:30 ആവും. വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഉടനെ സൂര്യയുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്. എല്ലാ പ്രോഗ്രാമും സൂര്യയുടെ 6:45. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാഗോർ തിയേറ്ററിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ ക്യൂ ഉണ്ടാവും അകത്ത് കയറാനായിട്ട്. ആൾക്കാർ കയറുമ്പോൾ ചിലർ മുന്നോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ഓഫീസിൽ നേരെ വരികയല്ലേ, ഒന്നും കഴിച്ചു കാണില്ല എന്ന് പറഞ്ഞിട്ട് വടയോ അവർ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും നമ്മുടെ തരും. ഇതൊക്കെ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സ്ട്രെങ്ത്ത്, എനർജി, മോട്ടിവേഷൻ ഒക്കെ തരുന്നതല്ലേ. അതാണ്. പിന്നെ അവാർഡ് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. താങ്കളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ചോദ്യം. സൂര്യ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യക്തിയുടെ ഒരു ബ്രെയിൻ ചൈൽഡ് എന്നതിനപ്പുറത്തേക്ക് ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമായി അവരുടെ കാലശേഷവും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള എന്ത് ഡിസൈനാണ് താങ്കൾ എന്ന എഞ്ചിനീയർ ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? എഞ്ചിനീയർ എന്നുള്ള രീതിയിലല്ല, ഒരു കലാ ആസ്വാദകൻ എന്ന രീതിയിൽ ഐ ഹാവ് എ സെക്കൻഡ് ലൈൻ ഓഫ് പീപ്പിൾ. ആ ലൈനിൻ്റെ പേരാണ് സൂര്യകിരൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഐ എം ട്രെയിനിങ് ദ യങ്സ്റ്റേഴ്സ്. 6:45 പ്രോഗ്രാമിന് ഞാൻ 6:40 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് സൂര്യകിരണിലെ ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിലും പരിപാടി നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഐ ഹാവ് ട്രസ്റ്റ് ഇൻ ദം. അതുകൊണ്ട് അതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി സുദീർഘമായ താങ്കളുടെ ഒരു ജീവിതം, അതിൻ്റെ ഒരു നേർചിത്രം തന്നെ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി. സന്തോഷം. താങ്ക് യു. നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം MK ദിലീപ്. നേർമൊഴി സമാപിക്കുന്നു.